2025 നവംബർ 7 ഇന്ത്യൻ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സുവർണ ദിനം തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാന കായിക ഇനമായ ഹോക്കി ഇന്ത്യയിൽ അംഗീകൃതമായിട്ട് 100 വർഷം തികയുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1925 നവംബർ 7 ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷനിൽ ഇന്ത്യ രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷനായി തുടങ്ങിയ ഇന്ത്യയിലെ ഹോക്കി സംഘടന ഇപ്പോൾ ഹോക്കി ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി കരുതപ്പെടുന്ന ഹോക്കിയാണ്. ക്രിക്കറ്റ് വൻമരമായി വളരുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് ഹോക്കിയുടെ ചരിത്രവും ഇന്ത്യൻ കായിക രംഗത്ത് ഹോക്കിയുടെ സംഭാവനകളും അത്ര പരിചിതമായിരിക്കില്ല. ഒരു കാലത്ത് ഹോക്കി എന്നാൽ ഇന്ത്യ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഹോക്കിയിൽ നമുക്കൊപ്പം നിൽക്കാൻ ഒരു യൂറോപ്യൻ രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ടീമിനത്തിൽ ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ ഇന്ത്യ സ്വർണം നേടിയിട്ടുണ്ടെങ്കിൽ അത് ഹോക്കിയിലാണ്. അതും 1-2 അല്ല, 8 സ്വർണ്ണങ്ങൾ 5 ഒളിമ്പിക്സുകളിൽ തുടർച്ചയായി ഇന്ത്യയായിരുന്നു ചാമ്പ്യൻസ്. ഒരു തവണ വെള്ളി, 3 തവണ വെങ്കലം, അങ്ങനെ 1 ഡസൻ ഒളിമ്പിക്സ് മെഡലുകൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോക്കി ഇടയ്ക്കൊന്ന് തളർന്നെങ്കിലും കഴിഞ്ഞ 2 ഒളിമ്പിക്സുകളിലും മെഡലുമായി ഇന്ത്യൻ ഹോക്കി അഭിമാനം വീണ്ടെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ ഒളിമ്പിക്സിൽ നിന്ന് 3 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്. 3ഉം ഹോക്കിയിൽ നിന്നാണ്. അടുത്തിടെ അന്തരിച്ച ശ്രീ മാനുവൽ ഫ്രെഡറിക്സ് 1972 മ്യൂണിക് ഒളിമ്പിക്സിലൂടെ ആദ്യ മെഡൽ കേരളത്തിൽ എത്തിച്ചപ്പോൾ 2ഉം 3ഉം നേടിത്തന്നത് നമ്മുടെ അഭിമാന താരം ശ്രീ PR ശ്രീജേഷാണ്. ഇന്ത്യൻ ഹോക്കിയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അടുത്ത ഭാഗങ്ങളിൽ വീണ്ടും കാണാം, വിശേഷങ്ങൾ പങ്കിടാം. ബൈ.